പത്തനംതിട്ട തിരുവല്ല താലൂക്ക് ആശുപത്രി പരിസരം കൈയടക്കി തെരുവ് നായ്കൾ. വൈകുന്നേരത്തോടെ ഇവിടം കൂട്ടം കൂടുന്ന നായ്കൾ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അടക്കമുള്ളവർക്ക് ഭീഷണിയായി മാറിയിട്ടുണ്ട്. എപ്പോഴും ആളനക്കം, സുരക്ഷയ്ക്ക് പ്രത്യേക ജീവനക്കാർ, അത്യാഹിത വിഭാഗം. നായ്ക്കൾക്ക് പാർക്കാൻ ഇതിൽ പരം സൗകര്യം വേറെ എവിടെ കിട്ടും? ഇടവിട്ട് മഴ കനക്കുന്ന കാലാവസ്ഥയിൽ നാട്ടിലാകെ അലഞ്ഞ് വൈകുന്നേരത്തോടെയാണ് നായ്ക്കൾ ആശുപത്രി പരിസരത്ത് കൂടുന്നത്. അത്യാഹിത വിഭാഗത്തിലെത്തണമെങ്കിൽ സൂക്ഷിച്ചും കണ്ടും നടക്കണം. ഞങ്ങൾക്ക് കൂട്ടിരിപ്പുകാർക്ക് ഒരു വെള്ളം, ഒരു വൈകിട്ടായി സന്ധ്യയായി കഴിഞ്ഞ് ഒരു ചൂടുവെള്ളം മേടിക്കാൻ പോകുമ്പോൾ തന്നെ പട്ടിയുടെ ശല്യം ഭയങ്കരമായിട്ട് ഇവിടെ കൂടുന്നു. ഈ പട്ടിയെ പേടിച്ച് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യാത്തൊരു അവസ്ഥയായിപ്പോയി. രോഗികൾക്കുള്ള മരുന്നും ഭക്ഷണവും വാങ്ങാനായി പോകുന്നവർക്ക് നേരെ ഇവ കുരച്ചു ചാടും. ആശുപത്രി കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന നായ്ക്കളെ ഓടിച്ചു വിടുന്നതാണ് സുരക്ഷാ ചുമതലയുള്ളവരുടെ ഇപ്പോഴത്തെ പ്രധാന പണി. ഇവിടെ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ ഒരു പട്ടി ഒരു ഉച്ചസമയം 2:30 സമയത്ത് ഒരു 5-8 പേരെ കടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അതെല്ലാം മുഴുവൻ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ രാത്രി സമയങ്ങളിൽ ഞാനിവിടെ കിടക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ശല്യം വളരെ കൂടുതലാണ്. നമ്മളോട് അത്രയും ഇത് വരുന്നില്ലെങ്കിൽ വഴി കൂടെ പോകുന്ന വാഹനങ്ങളും മറ്റ് ബൈക്ക് യാത്രക്കാരെയും കടിക്കാനായിട്ട് പല പ്രാവശ്യം ഓടിയിട്ടുണ്ട്. ആശുപത്രി പരിസരത്ത് പലയിടങ്ങളിലായി ഒരേ സമയം 30-ലധികം നായ്ക്കളെ വരെ കാണാം. ഇവ തമ്മിൽ കടിപിടി നിത്യസംഭവം. പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്കടിയിലാണ് വിശ്രമം. വണ്ടിയെടുക്കാൻ എത്തുന്നവർക്ക് നേരെ ഇവ കുരച്ചുകൊണ്ടടുക്കും. ചുരുക്കത്തിൽ ആശുപത്രി പരിസരത്ത് ശ്രദ്ധിച്ചു നീങ്ങിയില്ലെങ്കിൽ പണി ഉറപ്പ്. രാത്രി നല്ല പകലെന്നല്ലേ കൂട്ടത്തോടെ പട്ടികളെല്ലാം കൂടെ ഇവിടെ കിടന്നിട്ട് മനുഷ്യനെ കടിച്ചു പറിക്ക്. അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ ആയാലും രോഗികളെയും കൊണ്ടായാലും വരാനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ഞങ്ങൾ ഭയപ്പെടുക. അതുപോലെ പട്ടികൾ ഇവിടെ കിടന്ന് ഭയങ്കര ശല്യം. നിർധന രോഗികൾക്ക് സൗജന്യമായി ഭക്ഷണം എത്തിച്ച് വിതരണം ചെയ്യുന്നവരും നായപ്പേടിയിലാണ്. നായശല്യമെന്ന പരാതി പലകുറി എത്തിയിട്ടും ആശുപത്രി അധികൃതരോ ആശുപത്രി വികസന സമിതിയോ നഗരസഭാ നേതൃത്വമോ ഇടപെട്ടിട്ടില്ലത്രേ. മുഴുവൻ സമയവും തുറന്നിരിക്കുന്ന അത്യാഹിത വിഭാഗവും പേവിഷ പ്രതിരോധ വാക്സിൻ സ്റ്റോക്കുമാണ് ആശ്വാസത്തിനുള്ള വക. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.